ഇത് ഞാനൊരു സേഫ്റ്റി പിൻ എക്സ്ചേഞ്ച് ചെയ്ത് ഒരു വീട് മേടിച്ച കഥയാണ്. എൻ്റെ ലൈഫ് തന്നെ മാറ്റിയത് ഈ ഒരു സേഫ്റ്റി പിന്നാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു സേഫ്റ്റി പിൻ എക്സ്ചേഞ്ച് ചെയ്ത് ഒരു വീട് മേടിക്കണം, അതാണ് ചലഞ്ച്. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കോട്ടയം ടൗണിലേക്ക് ഇറങ്ങി. എൻ്റെ ടാർഗറ്റ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു പിന്ന് മേടിക്കണം എന്നാണ്. അമ്മ ഒരു സേഫ്റ്റി പിൻ എടുക്കാൻ കാണും. ചെറിയൊരു പിന്നല്ലേ, ആരെങ്കിലും ഒക്കെ തരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ കണ്ടവരൊക്കെ എന്നോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നിനക്ക് പ്രാന്താടാന്ന്. പക്ഷെ ഈ അമ്മ മാത്രം അങ്ങനെ ചോദിച്ചില്ല. ഞാൻ നേരെ ചെന്നിട്ട് അമ്മയോട് തന്നെ ചോദിച്ചു, എനിക്കൊരു സേഫ്റ്റി പിൻ തരാം. ബാഗിൽ തപ്പി നോക്കിയപ്പം ഒരെണ്ണം കിട്ടി. ഞാനൊരു വീടാക്കാൻ പോവാ. അങ്ങനെ എനിക്കൊരു സേഫ്റ്റി പിൻ കിട്ടി. ഇനി ഈ സേഫ്റ്റി പിൻ എക്സ്ചേഞ്ച് ചെയ്ത് വേറെ എന്തെങ്കിലും മേടിക്കണം. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഈ കാര്യം പറഞ്ഞപ്പം സേഫ്റ്റി പിന്നിന് പകരം ഒരു പേന കിട്ടി. ഹലോ, പേപ്പർ ക്ലിപ്പ് ചലഞ്ചിൻ്റെ ഇതെൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഞാനപ്പം രണ്ടാമത്തെ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് വഴിയിലേക്ക് ഇറങ്ങിയേക്കാണ്. ഫസ്റ്റ് ട്രേഡ് നടന്ന പേന എൻ്റെ കയ്യിലുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഐഡിയ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളതാണ്. ആരും വിശ്വസിക്കത്തില്ല. അങ്ങനെ വഴിയിൽ നിന്നപ്പോ പെട്ടെന്ന് ഒരു കാറ് വന്നു നിന്നു. വീഡിയോ എടുക്കാൻ ഇതാണ് മലയാളം ടെക്കിലെ അജിത് ചേട്ടൻ. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഞാൻ വഴിയിൽ നിൽക്കുന്ന കണ്ടപ്പം എന്നെ കാറിൽ കയറ്റിയിട്ട് ഏതോ സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ വെച്ച് ഈ അമ്മ എനിക്ക് പേനയ്ക്ക് പകരം കുറച്ച് കറി പൗഡേഴ്സ് തന്നു. അങ്ങനെ പേന മാറി. ഓൾ ദി ബെസ്റ്റ്. നീ ഉടനെ തന്നെ ഒരു വീടെത്തട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ എന്റെ കയ്യിലുള്ള സാധനത്തിന്റെ വാല്യുവേഷൻ ഏകദേശം 200 രൂപയുടെ അടുത്ത് കാണും. ഈ കറി പൗഡറൊക്കെ ഏതെങ്കിലും ഒരു വീട്ടുകാർ മേടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനേ ഒരു സാധനം തരാം, എനിക്ക് എന്തെങ്കിലും തിരിച്ചു തരാൻ പറ്റും. അങ്ങനെ എന്റെ പേരമ്മ തന്നെ ആ സാധനമൊക്കെ എടുത്തിട്ട് തിരിച്ചൊരു ബുക്ക് തന്നു. അന്ന് തന്നെ ആ ബുക്ക് എക്സ്ചേഞ്ച് ചെയ്തപ്പം എൻ്റെ ഫ്രണ്ട് എനിക്കൊരു ഹെഡ്ഫോൺ തന്നു. സത്യം പറഞ്ഞാൽ ഇതുവരെ വളരെ ഈസി ആയിരുന്നു, കാരണം ട്രേഡ് തന്നവർക്കെല്ലാം എന്നെ അറിയാവുന്നവരായിരുന്നു. പക്ഷെ ഇനിയാണ് ശരിക്കുമുള്ള ചാലഞ്ച് തുടങ്ങുന്നത്. അങ്ങനെ ഒരു ദിവസം എൻ്റെ കയ്യിലുള്ള ഹെഡ്ഫോണിന് പകരം ഒരാൾ ക്യാമറ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ കോട്ടയത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോയി. എൻ്റെ കയ്യിലുള്ള ഹെഡ്ഫോൺ എക്സ്ചേഞ്ച് ചെയ്തപ്പം ഒരു ക്യാമറയും കിട്ടി. ഈ ടൈമിലൊന്നും എൻ്റെ കയ്യിൽ 10 പൈസ പോലും ഇല്ല. ഫ്രണ്ടിൻ്റെ നിന്ന് കടം മേടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പോകുന്നത്. ഈ ക്യാമറയുടെ കറക്റ്റ് വില എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു. കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യാമറ കളക്ഷനൊക്കെ ഉള്ള ഒരാളോട് ഞാൻ ചോദിച്ചു. ഇപ്പോഴത്തെ വാല്യൂ പറയുകയാണെങ്കിൽ 200-300 രൂപയെ വാല്യൂ ഉള്ളൂ. റിപ്ലൈ കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടി. 200 രൂപയോ? 1000 രൂപയുടെ ഹെഡ്ഫോൺ കൊടുത്ത് ഞാൻ മേടിച്ചത് വെറും 200 രൂപ വിലയുള്ള ഒരു ക്യാമറ ആയിരുന്നു. ഇതൊരിക്കലും ക്യാമറ തന്നയാളുടെ മിസ്റ്റേക്ക് അല്ല, എൻ്റെ മാത്രം തെറ്റാണ്. കാരണം ഞാനാണ് ഈ ട്രേഡിന് ഓക്കെ പറഞ്ഞത്. എന്തായാലും ഒരു സേഫ്റ്റി പിന്നിൽ നിന്ന് ഇവിടം വരെയൊക്കെ എത്തിയില്ലേ, ഒന്നുകൂടെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഡേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടപ്പം ഈ ക്യാമറ കണ്ടിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ക്യാമറ തന്നാൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് നേരെ ആലപ്പുഴയ്ക്ക് പോയിട്ട് ക്യാമറ എക്സ്ചേഞ്ച് ചെയ്ത് ഒരു നോൺ സ്റ്റിക്ക് പാത്രം കിട്ടി. ഈ സമയത്തൊക്കെ വീഡിയോ കണ്ടിട്ട് കുറെ പേര് മെസ്സേജും ഫോണും ഒക്കെ ചെയ്തു. ആ വീടിന്റെ സെറമണിക്ക് എന്നെ വിളിക്കണം, ഞാനും വരാം. അങ്ങനെ ഒരാൾ ആ പാത്രത്തിന് പകരം സിൽവർ കോയിൻ തരാന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ നേരെ കൊച്ചിയിലേക്ക് പോയി. സത്യം പറഞ്ഞ ഒരു ഓൾ കേരള ടൂർ ആയിരുന്നു. നെക്സ്റ്റ് ഡേ ആ സിൽവർ കോയിൻ എക്സ്ചേഞ്ച് ചെയ്ത് ഒരു എയർ ഫ്രയറും കിട്ടി. അങ്ങനെ കുറച്ച് നാൾ കൊണ്ട് 1 രൂപയുടെ സേഫ്റ്റി പിൻ ഞാൻ 10,000 രൂപയുടെ എയർ ഫ്രയർ ആക്കി മാറ്റി. പറയണത് വെച്ചാൽ നല്ലൊരു തോട്ടാണ്. നമ്മൾ നിങ്ങളുടെ ഒരു കൺസെപ്റ്റിനോട് നമുക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വന്നത്. കിട്ടുന്ന സാധനത്തിന്റെ വില കൂടുന്നതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഞാൻ ഒരാളോട് ചോദിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ തിരിച്ചു തരാൻ പകരം ഒന്നും കാണത്തില്ല. ഇനി ഇതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നെ വിളിച്ചിട്ട് അവരുടെ 40,000 രൂപയുടെ കോഴ്സ് വൗച്ചർ തന്നു. പെട്ടെന്ന് തന്നെ അത് എക്സ്ചേഞ്ച് ചെയ്തപ്പം ഒരു ഡിഷ് വാഷറും കിട്ടി. പക്ഷെ എൻ്റെ കയ്യിലുള്ള ഡിഷ് വാഷർ വേണമെന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചി അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു ഗോൾഡ് കോയിനും തന്നു. അങ്ങനെ ഫൈനലി എൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് കോയിൻ കിട്ടി. പക്ഷെ അത് കഴിഞ്ഞ് ചലഞ്ച് ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ ഒറ്റ നിപ്പായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടം വരെയൊക്കെ എത്തിയില്ലേ, എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ കയ്യിൽ ആകെ കുറച്ച് ഹോപ്പ് മാത്രമേ ഉള്ളൂ. ഒന്നും വർക്കാവാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പ്ലാൻ ബി എടുത്തു. അതായത് ആ ഗോൾഡ് കോയിൻ അവിടെ സേഫ് ആയിട്ട് വെച്ചിട്ട് വീണ്ടും ഒരു സേഫ്റ്റി പിന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഞാൻ ഈ ചലഞ്ചിനെ പറ്റി പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും ചേട്ടൻ നല്ല ഹാപ്പി മൂഡിൽ എനിക്കൊരു പിന്ന് തന്നു. എനിക്കൊരു സേഫ്റ്റി പിൻ തരാം. താങ്ക് യു സോ മച്ച്. മതി.
പിന്നെ തന്ന ചേട്ടന്റെ പേരാണ് റോബിൻ ചേട്ടൻ. കച്ചവടം കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ പിന്നൊക്കെ ചേട്ടന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ഞാൻ വീടായിട്ട് വരും. വീട് കിട്ടു. സന്തോഷം. നമുക്ക് സേഫ്റ്റി പിൻ കിട്ടി. വാ. ഭയങ്കര എനർജി. ഇതൊരു തുടക്കം മാത്രം. ഞാനിപ്പോ ആലോചിക്കുന്ന അറിയോ, നമ്മൾ കറക്റ്റ് 30 ദിവസത്തിനുള്ളിൽ ചലഞ്ച് തീർത്തിട്ട് ഒരു വീട് മേടിക്കുന്നത്. ഇൻ കേസ് തീർന്നില്ലെങ്കിലോ? അപ്പോഴാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. തോർത്തൊടുത്ത് അർദ്ധനഗ്നനായ 2 പേര് വഴിയിൽ നിൽക്കുന്നു. തരുമെന്ന് ചോദിച്ചാലോ? ചോദിക്കേ. ഞാൻ അവരെ ലക്ഷ്യമാക്കി നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ ആ 2 പേരുടെ ഓണറിനെ കണ്ടുപിടിച്ച് ചലഞ്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഫൈനലി ഇന്നാ കൊണ്ടുക്കോ എന്ന് പറഞ്ഞു. എന്റെ ഒറ്റ വാക്കിന്റെ പുറത്ത് ആ മനുഷ്യൻ എന്റെ കൂടെ ഇറങ്ങി വന്നു. പക്ഷെ 2 മിനിറ്റ് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. ഈ തോർത്തെടുത്ത മനുഷ്യനെ അടുത്തതായിട്ട് ആരും മേടിക്കത്തില്ല എന്നെനിക്ക് തോന്നി. കാരണം എനിക്കങ്ങനെ തോന്നി. കിട്ടിയതുപോലെ തന്നെ ഞാൻ ആ മനുഷ്യനെ തിരിച്ചു കൊടുത്തു. പക്ഷെ ഞാൻ എടുത്ത ആ തീരുമാനത്തിൽ എനിക്ക് നല്ല വിഷമം തോന്നി. ഐ മിസ് യു. രാത്രി കിടന്നുറങ്ങാനുള്ള പാർട്ട്ണർ പോയി. ഒന്നും വിചാരിച്ചില്ല. വേണ്ടെന്ന് പറഞ്ഞത് അത് കൊണ്ടുപോയായിരുന്നു. ആരെങ്കിലൊക്കെ മേടിക്കാതിരിക്കും. എന്നാലും അവൻ എന്തിനാണ് വിട്ട് കളഞ്ഞത്? പക്ഷെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് സമയം തീരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത ആളിലേക്ക് പോയി. അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ഞാനൊരു മലയാളിയോടും ഒരു ഹിന്ദിക്കാരനോടും ട്രേഡ് ചോദിച്ചു. മലയാളി ആദ്യം തന്നെ റിജക്ട് ചെയ്തു. ഇനി എന്റെ പ്രതീക്ഷ മുഴുവൻ ഹിന്ദിക്കാരനിലാണ്. എന്റെ കോൺഫിഡൻസ് എവിടെയോ കുറഞ്ഞു എന്ന് തോന്നിയ സമയത്താണ് ഞാൻ പോക്കറ്റിൽ സ്ലീക്ക് ആൻഡ് എലഗന്റ് ഡിസൈൻ പേനയുള്ള ഒരാളെ കണ്ടത്. എങ്ങനെയെങ്കിലും ആ പേന എന്റെ കയ്യിൽ വരണം. കിട്ടി, പേന കിട്ടി. പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത ആളിലേക്ക് പോയി. ട്രേഡ് ചെയ്യാൻ വാല്യൂ കൂടിയ സാധനമൊന്നും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഇവരെ കണ്ടത്. ചോദിച്ചു നോക്കാം എന്തെങ്കിലും തരുമോ. അല്ല മോനെ, ഇവർക്ക് പകരം എന്റെ കയ്യിലുള്ള ഫൈബർ ടിപ്പ് ഫോർ സ്മൂത്ത് ഫൈൻ ആ പേന തന്നാ മതിയോ എന്ന് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു. അങ്ങനെ എന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ചേട്ടൻ ആ 2 മീനെ എനിക്ക് തന്നു. നമുക്ക് രണ്ടാമത്തെ ട്രേഡിൽ ഒരു മീനെ കിട്ടി. യെസ്, ഒരു മീനല്ല 2 മീൻ. ആ ചേട്ടൻ പറഞ്ഞു അധികം വെയിൽ കൊള്ളിക്കണ്ട, പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അയ്യോ, ഇതിന് ഫുഡ് കൊടുക്കുന്നത് എങ്ങനെ കണ്ടേ, തീറ്റ മേടിക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ പോയി തീറ്റ മേടിച്ചു. തീറ്റ താളാ ഇതും കൂടെ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അധികം നേരം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു അരമണിക്കൂറും കൂടെ നിന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോയേക്കാം. ഈ ഒരു ചലഞ്ചിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യമാണ് പേടി. ചെറിയ പേടി കാരണം ഞാൻ ഇതുവരെ വലിയ വലിയ ഷോറൂമുകളിൽ കയറി ട്രേഡ് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റാൻ പോവാണ്. എനിക്ക് നടക്കില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ഒരു ട്രൈ ആണ്. ട്രൈ ചെയ്താൽ ഒന്നെങ്കിൽ ഒരു ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ ട്രേഡ് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ട്രൈ ആണ് അല്ലടാ? അതെ, ഒരു വലിയൊരു ടെക്നിക്കൽ അല്ലല്ലോ, ഇലക്ട്രോണിക് സ്റ്റോറാണ്. ഞാൻ ധൈര്യമെല്ലാം സംഭരിച്ച് ഞാൻ കയറാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഇതാ മീനുണ്ട്, ഇതാണ് കട. ഞാൻ നേരെ ഡയറക്റ്റ് പോയി ചോദിക്കാൻ പോവാണ്. അപ്പം എങ്ങനെ വരുമെന്നോ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ബാക്കി കാണാം. പ്ലാൻ ഫെയിൽഡ്. മീനിനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. നിനക്ക് മീനെ വേണം? മീനെ ഇതാണ് ആള്.
സമയത്തിന് ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കണം. എങ്ങനെ കൊടുക്കും? പട്ടിണി കിടല്ലേ കേട്ടോ, ഞാൻ തീറ്റയും കൂടെ തരാം. അതിന്റെ ഒരു പേര് പറഞ്ഞാടാ. മിക്കു. എന്റെ പേര് മിക്കു. ഓക്കെ, പൊന്നു പോലെ നോക്കിക്കോണോ? ഓക്കെ, ഉറപ്പാണോ? നമ്മളങ്ങനെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. യെസ്. എനിക്ക് എന്തിനാണ് പേടി? അതോ, എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അത് കുഴപ്പമില്ല. താങ്ക് യു ഓക്സിജൻ. അങ്ങനെ രണ്ടാമത്തെ ദിവസം നമുക്ക് 39,000 രൂപയുടെ ഒരു AC കിട്ടി. അതിന്റെ സന്തോഷത്തില് ഞാൻ അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നു. ആരും അറിയണ്ട, അടിച്ച് സൈറനടിച്ചു. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരാളോട് മാത്രമേ താങ്ക്സ് പറയാനുള്ളൂ. ശരിക്കും ഞാൻ ഇന്നലെ വരാൻ കാരണം ഈ മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ ബോർഡ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. താങ്ക് യു ദുൽഖർ സൽമാൻ. നമുക്കിനി AC ട്രേഡ് ചെയ്യാം. ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്ക് നിങ്ങളോടൊരു കാര്യമേ പറയാനുള്ളൂ. നമ്മൾ എന്തെങ്കിലും കാര്യം നടക്കോ നടക്കാതിരിക്കോ എന്തോ ആയിക്കോട്ടെ, ചോദിക്കാനുള്ളത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പോയി ചോദിക്കുക. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, ലക്കുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും, അല്ലെ? ഇനിയാണ് ശരിക്കുള്ള ചലഞ്ച്. ഇത്രയും വാല്യുവേഷൻ ഉള്ള ഒരു ഐറ്റം ഞാൻ ആർക്ക് കൊടുക്കും? സാധാരണക്കാരെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കമ്പനിയെയും ബിസിനസ്സിനെയും ഒക്കെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ റിജക്റ്റും ചെയ്തു. ആർക്കും ഈ ഐഡിയ അങ്ങോട്ട് മനസ്സിലായില്ല. വീണ്ടും എൻ്റെ കയ്യിൽ കുറച്ച് ഹോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ നമ്മുടെ അനന്തു ചേട്ടന് മെസ്സേജ് അയച്ചു. ചേട്ടൻ റിപ്ലൈയും തന്നു. ഈ ചലഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ള ACയും ഗോൾഡ് കോയിനും എക്സ്ചേഞ്ച് ചെയ്ത് ഒരു വീട് തരാമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം നമ്മുടെ ചലഞ്ച് ഫൈനലി അങ്ങനെ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു സേഫ്റ്റി പിൻ ചലഞ്ചും കംപ്ലീറ്റ് ചെയ്തു. ആ രാത്രിയിൽ സേഫ്റ്റി പിൻ എക്സ്ചേഞ്ച് ചെയ്ത ഒരു വീടും കിട്ടി. വീടൊക്കെ കിട്ടി, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീട് ആർക്ക് കൊടുക്കും? അങ്ങനെയാണ് ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ സിന്ധു ചേച്ചിയെ പരിചയപ്പെടുന്നത്. ചേച്ചിയും ഫാമിലിയും താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ചെറിയ ഷെഡിലാണ്. നമ്മൾ അടുത്ത വർഷം ഒരു പുതിയ വീട്ടിൽ അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുന്നതായിരിക്കും. ഒരു ദിവസം ഞാൻ അവിടെ ചെന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു സേഫ്റ്റി പിൻ എക്സ്ചേഞ്ച് ചെയ്ത ഒരു വീട് കിട്ടി, ആ വീട് ഞാൻ ചേച്ചിക്ക് തരാമെന്ന്. കേട്ടപ്പോൾ തന്നെ ചേച്ചിയും വിചാരിച്ചാണ് ഇവന് പ്രാന്താണെന്ന്. ഞാനത് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇതുപോലൊരു വീട് സമ്മാനം കിട്ടി, ഞാൻ തരാന്ന് പറഞ്ഞപ്പോൾ പറ്റിക്കുമെന്ന് വിചാരിച്ചു. ചേച്ചി ആദ്യം ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ മോൻ പറ്റിക്കാനാണോ ചോദിച്ചു. അപ്പോൾ മോൻ പറഞ്ഞല്ല, ഞാൻ പറ്റിക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചിക്ക് എന്നെ ഉറപ്പായിട്ട് വീട് തരാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലോട്ട് വരാൻ ചേച്ചി എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന് എൻ്റെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും ഒത്തിരി വിശ്വാസമായി. പക്ഷെ പെട്ടെന്ന് വീട് പണിയൊക്കെ തുടങ്ങിയപ്പം ചേച്ചിക്ക് വിശ്വാസം വന്നു. ഇതാണ് നമ്മുടെ സിന്ധു ചേച്ചി. ആദ്യമൊക്കെ കരച്ചിലായിരുന്നു, ഇപ്പം നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ മാറ്റം. എൻ്റെ അച്ഛൻ്റെ മരണം, എൻ്റെ ഇളയ ആങ്ങളുടെ മരണം, മൂത്ത ആങ്ങളുടെ മരണം, പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ പട്ടിണി നാൽതിരിയൊക്കെ ആയിരുന്നു. നമുക്ക് കഞ്ഞി വയ്ക്കാൻ പോകില്ല. ഇനി പറയണ്ട, അടുത്ത കൊല്ലം ഇതൊന്നും കാണത്തില്ല. എല്ലാ പ്രാവശ്യവും നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ മാറ്റം വേണം. പക്ഷെ ഇന്ന് ഇവർ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ വീഡിയോ കാണുന്ന നിങ്ങളും കൂടെയാണ്. അത് മാത്രമല്ല, എൻ്റെ കൂടെ നിന്ന നല്ല കുറെ ഫ്രണ്ട്സും ഉണ്ട്. ചേട്ടനെ പോലെ കൂടെ നിന്ന അനന്തു ചേട്ടനും ഉണ്ട്. അതെ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീട്. നമ്മൾ പണിയാൻ പോകുന്ന വീട് ഇവിടെയാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ആ വീടിന്റെ പാലുകാച്ചലാണ്. അങ്ങനെ എല്ലാവരും വീടിന്റെ അകത്തേക്ക് കയറി ചെറിയ കേക്കൊക്കെ മുറിച്ചു. ഇതാണ് എനിക്ക് തന്നത്. ഇത് ഇവർക്ക് തന്നെ ഗിഫ്റ്റ് ആയിട്ട് അമ്മന് കൊടുക്കണം.
നമുക്കൊന്ന് കഴിക്കാം. സ്ക്രിപ്റ്റ് ആയിട്ട് സിനിമയുടെ പോയി വന്നിട്ട് ട്വിസ്റ്റ്. ഗോൾഡ് കോയിൻ അന്നത്തെ അന്നത്തെ ഗോൾഡ് കോയിൻ തന്നെയാണ്. ചലഞ്ച് കംപ്ലീറ്റഡ്. ചേച്ചി എനിക്കൊരു സേഫ്റ്റി പിൻ കിട്ടും. ബൈ ദ വേ എനിക്കൊരു കടം കൂടെ തീർക്കാനുണ്ട്. എനിക്ക് ആദ്യം സേഫ്റ്റി പിൻ തന്ന അമ്മയ്ക്ക് ഞാൻ തിരിച്ച് ഒരു സേഫ്റ്റി പിൻ കൊടുക്കണം. എനിക്ക് ആദ്യമായിട്ട് സേഫ്റ്റി പിൻ തന്ന ആളെ ഞാൻ കാണാൻ പോവാണ്. അങ്ങനെ അമ്മയെ കണ്ട സന്തോഷത്തിൽ സേഫ്റ്റി പിന്നും കൊടുത്തു, ചെറിയൊരു ഗിഫ്റ്റും കൊടുത്തു. പിന്നെ അമ്മയുടെ കയ്യിലുള്ള ലോട്ടറി ഫുള്ളും നമ്മളെടുത്തു. ഈ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ നിന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സേഫ്റ്റി പിൻ കഥ. താങ്ക് യു സോ മച്ച്.